വാക്യങ്ങൾ. യെരുശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ, അവളോടുകൂടെ സ്നേഹിപ്പിൻ, സന്തോഷിപ്പിൻ. അവളെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പിൻ. അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ, അവളോടുകൂടെ അത്യന്തം ആനന്ദിപ്പിൻ. അവളുടെ സാന്ത്വനസ്തനങ്ങളെ പാനം ചെയ്ത് തൃപ്തരാകുകയും അവളുടെ തേജസ്സിൻ കുചാഗ്രങ്ങളെ നുകർന്നു രമിക്കുകയും ചെയ്യുവിൻ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്നത് തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിലെടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോട് അവൻ ക്രോധം കാണിക്കും. അടുത്ത ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെയും 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യർ 6-ാം അധ്യായം 1 മുതൽ 10 വരെയും 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തു ന്യായപ്രമാണം നിവർത്തിപ്പിൻ. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ തൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. ഓരോരുത്തൻ തൻ്റെ ചുമട് ചുമക്കുമല്ലോ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പിൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജലത്തിൽ വിതയ്ക്കുന്നവൻ ജലത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്. തളർന്നു പോകഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. 14 മുതൽ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. ഈ പ്രമാണമനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇവിടെ ഇന്നത്തേക്ക് ചിന്തയ്ക്കുള്ള ലേഖനഭാഗം വായിച്ചു തീർന്നു. നമുക്ക് എഴുന്നേറ്റ് ഹല്ലേലൂയ പാടാം. സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്: കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ
കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുമരുത്. ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികയിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പീൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ച പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞ് കൊള്ളുവേൻ എന്ന് പറവീൻ. ആ പട്ടണത്തേക്കാൾ സോതോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊരസീനെ, നിനക്ക് അയ്യോ കഷ്ടം! ബത്സൈദേ, നിനക്ക് അയ്യോ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. നീയോ കവർന്നുകൂമേ, സ്വർഗത്തെക്കാളും ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ഈ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പേൻ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പേൻ. ഇവിടെ സുവിശേഷ വേദം വായിച്ചു തീർന്നു. നിത്യാവിശ്വാസ പ്രമാണം ഒരുമിച്ച് പറയാം. സർവ